രൂപാന്തരീകരണം പ്രാപിച്ച ഇപ്പോൾ ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എത്രയോ ആളുകൾ നടനവും നൃത്തങ്ങളുമെല്ലാം പാടി ഇറങ്ങിപ്പോയ ഒരു സുന്ദരമായ ഇടത്തിലാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് ശരിക്കും രൂപമാറ്റം സംഭവിച്ചു. അതാണ് നമ്മളിപ്പോൾ എല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ധ്യാനേരത്ത് എത്ര ഭംഗിയുള്ള ഒരു തുടക്കമായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, മാലാഖമാർ നക്ഷത്രങ്ങളെ നോക്കി പാട്ടുപാടി ദൈവസ്മരണ ഉണർത്തിയാണ് നമ്മൾ തുടങ്ങിയത്. കുഞ്ഞുങ്ങളെന്നും നമുക്ക് ആകർഷണമാണ്. കുഞ്ഞുങ്ങളെന്നും നമുക്കൊരു സൗന്ദര്യവും സന്തോഷവും പറഞ്ഞു നൽകുന്നതാണ്. ഈ വേദിയിലിരിക്കുന്ന ഇന്നത്തെ എല്ലാവരുടെയും അട്രാക്ഷനായ കുമാരി ശിവാനി, ഈ കലാലയത്തിന്റെ പ്രിൻസിപ്പളായ ഫാദർ CDK ജോൺ, ബർസാഡിനോ വാഴച്ചാലിൽ, ഡിപ്പോൾ ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഡയറക്ടറായ ക്ലമന്റ് കൊടലിൽ, ഡിപ്പോൾ ഇന്റർനാഷണൽ സ്കൂൾ മോണ്ടിസോറി ട്രെയിനിംഗ് കോർഡിനേറ്റർ മിസ്സിസ് ലീന മാത്യു, നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോം ജോസ്, പ്രിയമുള്ള വിശിഷ്ട അതിഥികളെ, ടീച്ചേഴ്സ്, സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പ്രിയമുള്ളവരെ, ഈ നേരത്ത് എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട് ഒരു മാനേജർ എന്ന നിലയിൽ. കാരണം റിപ്പോർട്ട് നിങ്ങൾ സൂക്ഷ്മമായി കേട്ടും കണ്ടും നിങ്ങൾ ആസ്വദിച്ചിരിക്കുകയായിരുന്നല്ലോ. 23 നിന്നും 85-ലേക്കുള്ള ഒരു രൂപമാറ്റം ചെറുതല്ല. അത് ഈ ഡിപ്പോൾ ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിനെ നിങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. വർദ്ധിച്ചു വരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം. ഈ കലാലയം ഇത് 2 വർഷത്തിനുള്ളിൽ ഇത്രയേറെ പുരോഗതി പ്രാപിക്കാൻ കാരണം ഇതിന്റെ പിന്നിൽ നിർമനസ്സോടെ അധ്വാനിക്കുന്ന, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരെയും ആദ്യം അഭിനന്ദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പ്രിയ പ്രിൻസിപ്പൽ CDK ജോൺ, അദ്ദേഹം ഈ 2 കലാലയത്തിന്റെ പ്രിൻസിപ്പളാണ്. എന്നാലും എല്ലാ ദിവസവും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മോണ്ടിസോറി കലാലയത്തിലേക്ക് അദ്ദേഹം കടന്നു വരാത്ത സമയങ്ങളിൽ ആ കുന്ന് ചവിട്ടി മുകളിലേക്ക് കയറുക എന്നുള്ളത് വലിയ ഭാരമുള്ള ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്പ പ്രയാസമാണ്. എന്നാലും എല്ലാ ദിവസവും ഈ സ്കൂൾ പരിസരത്ത് വന്ന് ഓരോ ക്ലാസ്സിലും കയറി ഇറങ്ങി ടീച്ചേഴ്സിനോടും സ്റ്റാഫിനോടും കുഞ്ഞുങ്ങളോടും എല്ലാം കുശലാന്വേഷണം പറഞ്ഞു പോകുന്ന നല്ലൊരു പ്രിൻസിപ്പൽ അച്ഛനുണ്ട്. അച്ഛൻ നമുക്ക് താങ്ക്സ് പറയണം. ഒപ്പം ചേർന്ന് ഒരു ശാന്തനായി ഈ കുട്ടികളുടെ കാര്യം, അവരുടെ ഭൗതിക കാര്യങ്ങൾ, അവരുടെ ഭക്ഷണം, ഇവിടെ ചുറ്റുവട്ടങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുന്ന ഡിനോ വാഴച്ചാൽ എന്ന് പറയുന്ന ഒരു ബർസാറച്ചൻ നമുക്കൊരു ഭാഗ്യമാണ്. ഒപ്പം ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഡയറക്ടറായ ക്ലമന്റ് അച്ഛന്റെ ചുറുചുറുക്കും ഈ കലാലയത്തിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വേഗത്തിലുള്ള പ്രയാണങ്ങളെല്ലാം കുഞ്ഞുങ്ങളിൽ കൊടുക്കുന്ന എനർജി അത് വലുതാണ്. മിസ്സിസ് ലീന മാത്യു, കോർഡിനേറ്റർ, എല്ലാ കാര്യങ്ങളിലും വളരെ ഗൗരവബുദ്ധിയെ ശ്രദ്ധിക്കുകയും മാത്രമല്ല ഒരു അമ്മയുടെ മാതൃഭാവത്തോടുകൂടി കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയാണ് മിസ്സിസ് ലീന മാത്യുവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു ടീച്ചേഴ്സും. ഈ ടീച്ചേഴ്സിന്റെ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളുടെ ഒരു പ്രത്യേകത, പ്രിയമുള്ള മാതാപിതാക്കളെ ഞാൻ ശ്രദ്ധിച്ചത്, അവർ വളരെ പേഷ്യൻസ് ഉള്ളവരാണ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, ഈ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിങ്ങൾ കൈകാര്യം ചെയ്തതാണ്. എത്ര ക്ഷമയുണ്ടെങ്കിലേ ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് വലിയ ക്ഷമ ഹൃദയത്തിലും
ശിരസിലും വഹിക്കുന്നവരാണ്. എത്ര ക്ഷമയോടുകൂടിയാണ് ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പറ്റി മനഃശാസ്ത്രത്തിൽ പറയുന്നത് ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ചെറിയ ഗ്ലാസും വീണാൽ ഉടഞ്ഞു പോകുന്ന വസ്തുക്കളൊക്കെ വരുന്ന ബോക്സിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. സൂക്ഷിച്ച് നമ്മളത് ഉപയോഗിക്കണം. അതുപോലെ ശ്രദ്ധയോടെ കരുതുന്ന ഒരു പേര് ടീച്ചേഴ്സിന്റെ കരവലയത്തിനുള്ളിലാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വളർന്നു വരുന്നത്. ഇതവരുടെ സെക്കൻഡ് ഫോമാണ്. അതുകൊണ്ട് ടീച്ചേഴ്സിനെ, സ്റ്റാഫ് അംഗങ്ങളെ, ഭക്ഷണപാകം ചെയ്യുന്നവരെ, വാഹനത്തിൽ കൊണ്ടുവരുന്നവരെ എല്ലാവരെയും പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒപ്പം പ്രിയ മാതാപിതാക്കൾ, ഞാൻ ഓർക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഞാനിതിലെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ കലാലയത്തെ നിരീക്ഷണം ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായപ്പോഴും അവർ പങ്കുവയ്ക്കാനും കുഞ്ഞു തിരുത്തലുകൾ തരാനും ഇവിടെ മീറ്റിംഗ് വരും ഏറ്റവും ആവശ്യത്തോടെ പങ്കെടുക്കാനും മാത്രമല്ല ഇവിടെ പിള്ളേരുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഞങ്ങളും അതിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിന്റെ ഒപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളുടെയും വലിയൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ 23 നിന്നും 85ലേക്കുള്ള ഒരു വലിയ ഒരു പ്രയാണം നമുക്ക് സംഭവിച്ചത്. പേരൻസിന് പ്രത്യേകം നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ മാനേജ്മെന്റ് നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു കുഞ്ഞ് 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഞാൻ അവസാനിപ്പിച്ച് ഈ സ്റ്റേജ് മറ്റുള്ളവർക്ക് ഞാൻ വിട്ടൊഴിയുകയാണ്. എനിക്ക് പ്രിയ മാതാപിതാക്കളോടാണ് പറയാനുള്ളത്. പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വളരുന്നത് ഏറ്റവും സേഫ് എൻവയോൺമെന്റിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവും നിങ്ങളുടെ വീട്ടിലോ ഈ കലാലയത്തിലോ ഇല്ല. AC ക്ലാസ് റൂമുകളാണ്. അവർ വാഹനത്തിൽ ഒരായ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നു. വാഹനത്തിൽ കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്നു. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ടീച്ചേഴ്സും സ്റ്റാഫംഗങ്ങളും സ്നേഹപൂർവ്വം കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് AC ക്ലാസ് റൂമിലേക്ക് ഇവരെ മാറ്റുന്നു. ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ ഉണ്ട്. നല്ല ഭക്ഷണമാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഒരു കുറവ് വരാനില്ല. എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ വെച്ചോ, ഒരു ഉപ്പും മുളകൊക്കെ കൂടുതലാണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറയാറുണ്ട്. അത്രയും ശ്രദ്ധയോടുകൂടിയാണ് കുഞ്ഞുങ്ങൾ വീട്ടിൽ ഇവിടെ വളരുന്നത്. പക്ഷെ അതിൽ തന്നെ ഒരു അപകടം പതിയപ്പെടുമ്പോഴേ സ്കൂളിലല്ല, വീട്ടിലല്ല, നമ്മുടെ ശ്രദ്ധയിൽ. കാരണം എന്നറിയാം, നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം ചെയ്തും പറഞ്ഞും കൊടുത്ത് അവസാനം എന്താ സംഭവിക്കുന്നറിയാമോ? കുഞ്ഞുങ്ങളിൽ വലിയൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക്. നോ എന്ന് ഒരിക്കലും അവരുടെ മുമ്പിൽ പറയാറില്ല. നോ അവരെ കേൾക്കാറില്ല. എല്ലാത്തിനും ഏസ് മാത്രമാണ്. അത് കുഞ്ഞൊരു അപകടമുണ്ട്. കാരണം കുഞ്ഞുങ്ങളിടയ്ക്ക് നോ എന്ന് കേൾക്കണം. ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. പരാജയപ്പെടാൻ നിങ്ങൾ അനുവദിക്കാറില്ല. ബോധപൂർവം എന്ത് ചോദിച്ചാൽ ഇടയ്ക്ക് ഈ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസിനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്. കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കും, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങും. ഈ +2 റിസൾട്ട് ഒക്കെ വരാൻ നേരത്ത് അവർ പറയാറുണ്ട്, അച്ചോ ആ +2 പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങുവാണെങ്കിൽ iPhone വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കും കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്താലേ കുഞ്ഞുങ്ങൾ പഠനത്തിൽ പോലും മികവ് പുലർത്തുക എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം വലിയൊരു പ്രൊട്ടക്ഷനിലാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളോടുള്ള ഒരു കുഞ്ഞു ഓർമ്മപ്പെടുത്തലാണ് ഇടയ്ക്ക് നോ പറയുക. എല്ലാത്തിനും യേസ് മൂടരുത്. നമ്മളൊക്കെ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു കേട്ടില്ലേ, തീയിൽ കുരുത്തൊന്നും വേരേറ്റ് വാടത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വേഗത്തിൽ വേരേറ്റ് വാടുന്ന ഒരു ഭാവി തലമുറയെ നമ്മൾ കാണുന്നത് നമുക്ക് തന്നെ അപകടത്തോടുകൂടി കാണണം. അതുകൊണ്ട് ഇടയ്ക്ക് നോ, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് അല്ലേ? എല്ലാത്തിനും യെസ് ആണ്. യെസ് എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാം കിട്ടുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുകയാണ്. കംഫർട്ട് സോണിലാണ്. രണ്ടാമത്, കുഞ്ഞുങ്ങളധികം വയലൻസിലേക്ക് നമ്മുടെ കാഴ്ചയെ നമ്മൾ തിരിക്കരുത്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു മൂവിയാണല്ലോ മാർക്കോയോ, അങ്ങനെ പേരുടെ മൂവി ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ റിവ്യൂ വായിച്ച് എനിക്ക് മനസ്സിലായി മുഴുവൻ വയലൻസ് ആണ്. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സിനിമകളിൽ അധികവും വയലൻസ് കുത്തിവെച്ചിട്ടുള്ള മൂവീസ് ആണ്. അങ്ങനെയുള്ളതിലേക്ക് കുഞ്ഞുങ്ങളെ അധികം ദൃഷ്ടിയെ തിരിപ്പിക്കലേ എന്ന് സ്നേഹം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയരെ. അങ്ങനെ വയലൻസ് കണ്ടുവളരുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ സന്ധ്യയിലും ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ മയങ്ങാൻ പോകുന്നത്. ഓരോ പ്രഭാതത്തിലും ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് കേരളം കടയുടരുന്നത്. ഈ വയലൻസ് എവിടെ നിന്നാണ്? കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർ കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ ഈ വയലൻസ് കുത്തി നിറച്ച മൂവീസാണ്. ഈ ഉപ്പും മുളകൊക്കെ അതിന് വളരെ എക്സെപ്ഷനാണ് കേട്ടോ. ഞങ്ങളത് കാണുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്.
മോണ്ടിസോറി സ്കൂളിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. The most precious things in speech are the pulses. Words have incredible power. They can make people's heart soar, or they can make people's heart sour. All you need is something to say and a burning desire to say it. It doesn't matter where your hands are. Now, Miss Shivani, the guest of the day, addresses the gathering. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലെത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുട്ടീസിനും ഹലോ ഹായ് നമസ്കാരം. ഹായ് കുട്ടീസ്, എനിക്ക് അങ്ങോട്ടേക്ക് കാണുന്നില്ല. നല്ലൊരു ഹായ് തരുമോ? ഇച്ചിരി ഹായ്. ഓക്കെ, പാരൻസും ഒരു ഹായ്. ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇപ്പോൾ ഈ വേദിയിൽ നമ്മുടെ സെക്കൻഡ് ആനുവൽ ഡേയുടെ ഭാഗമായി ഇവിടെ എത്താൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും മോണ്ടിസോറി സ്കൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പൊതുവെ കേരളത്തിൽ കണ്ടുവരുന്ന കുറവാണ് പ്രോപ്പർ മോണ്ടിസോറി ഫോളോ ചെയ്യുന്നത്. ഞാൻ മോണ്ടിസോറിയായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. കാരണം എൻ്റെ അമ്മ മോണ്ടിസോറി സർട്ടിഫൈഡ് ആയിട്ടുള്ള ടീച്ചർ ആയിരുന്നു. അപ്പോൾ സ്റ്റുഡൻസിന് അതോടുള്ള ബെനിഫിറ്റിനൊക്കെ ചെറുപ്പം തൊട്ടേ കണ്ടു വളർത്തുന്ന ഒരാളാണ് ഞാൻ. അതായത് നമുക്ക് കണ്ട പോലെ തന്നെ 23 സ്റ്റുഡൻസിൽ നിന്ന് 80 സ്റ്റുഡൻസിലേക്ക് പെട്ടെന്നുള്ളൊരു ഹൈക്ക്. അത് ശരിക്കും നമ്മുടെ സ്കൂളിൻ്റെ ക്വാളിറ്റി എത്രയാണ് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞിരുന്നതാണ്. സോ അത്രയും നല്ല ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആനുവൽ ഡേയുടെ ഭാഗമായി എത്താൻ സാധിച്ച് ഒരുപാട് നന്ദി. ഇനി വേദിയിൽ നിൽക്കാൻ സാധിച്ചത് ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. രണ്ടാമതായിട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് ഞങ്ങളെ ഉപ്പുമുളകും കണ്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളൊപ്പം നിന്ന് എന്നെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു കുട്ടിയെ പോലെ കണ്ട് അംഗീകരിച്ച ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും വലിയൊരു നന്ദി. കാരണം ഒരു ഓഡിയൻസ് എന്നുള്ള പാർട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ഇവിടെ നിന്ന് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹവും തന്നെയാണ് ഞങ്ങളുടെ സക്സസിന്റെ പുറകെയുള്ള വലിയൊരു റീസൺ. സോ അതിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതൊക്കെ സുഖമല്ലേ? എവിടെ കുട്ടികൾ ഒച്ച ചെയ്യുന്നുണ്ടാണോ? സാധാരണ നമ്മൾ സ്കൂളുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും കുട്ടീസിനൊക്കെ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടാവും. പാരൻസിനും ചോദിക്കാനൊക്കെ ഉണ്ടാവാറുണ്ട് കുട്ടികളെ പറ്റിയിട്ട്. ഇവിടെ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടാവും ഉണ്ടോ? എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഞാൻ പറയട്ടെ മോണ്ടിസോറി ഇത്രയും കുട്ടികളുടെ സ്കൂളായിട്ട് ഒച്ചയും ബഹളവും കേൾക്കുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ നമ്മുടെ ഡിപ്പോൾ അങ്കമാലി സ്കൂളിൽ പോയിരുന്നു. അവിടുത്തെ ഒച്ചയും ബഹളവും എനർജിയും കണ്ടിട്ട് ഞാൻ ഇത്രയും വെയിറ്റിംഗ് ആയിരുന്നു. എങ്ങനെയെങ്കിലും തൊടുപുഴയിലേക്ക് ഒന്ന് വരണം, ഇവിടുത്തെ എനർജി കാണണം എന്നുള്ളത്. പിന്നെ എനിക്ക് സ്കൂൾ ഒട്ടും ഒരു ന്യൂ പ്ലേസ് അല്ല. കാരണം നമ്മുടെ ഇവിടുത്തെ തന്നെ സീനിയർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കേഞ്ചേട്ടനും പിന്നെ ആൻഡിജിയും നമ്മുടെ മഞ്ചാടി ഇവരൊക്കെ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ കേട്ട് പരിചയമായിട്ടുള്ള ഒരു സ്കൂളാണ്. ലിറ്ററലി ഒരുപാട് നാളത്തെ വെയിറ്റിംഗിന് ശേഷമാണ് ഈ വേദിയിലേക്ക് വന്ന് നിൽക്കുന്നത്. സോ ഇപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഷൂട്ട് ഉച്ചയ്ക്ക് തീർന്നിട്ടാണ് വരുന്നത് ഇങ്ങോട്ട്. ഇന്നും ഷൂട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. സോ ഫോണും തുടങ്ങിയിട്ട് 9 വർഷമായി. പിന്നെ എല്ലാവർക്കും സ്ഥിരമുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. മുടിചേട്ടൻ മുടി ഒറിജിനലാണോ? മുടിചേട്ടൻ സ്പെക്സിൽ ഗ്ലാസ് ഉണ്ടോ? പിന്നെ നിങ്ങളുടെ ഷൂട്ട് എവിടെയാണ്? ഇതൊക്കെ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അതിനുള്ള ഉത്തരം പറഞ്ഞില്ല. നമ്മുടെ ഷൂട്ട് നടക്കുന്നത് കാക്കനാടാണ്, വാഴക്കാലയിലാണ് നടക്കുന്നത്. ആ ഒരു വീട്ടിൽ ഞങ്ങൾ അച്ഛനമ്മ 5 കിളിപിടി മക്കൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. നമുക്ക് ശരിക്കും ഒരു ദിവസം 1.5 എപ്പിസോഡാണ് എടുക്കുക. ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8 സീൻ ഉണ്ടാവും. ഞങ്ങൾ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ സീരിയലിന് ഓരോന്നായിട്ട് പഠിക്കും. ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സോളം സീൻ പഠിച്ചു തീർക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ്സോളം നമ്മൾ ആ സീൻ എടുത്തു തീർക്കും. എൻ്റെ തന്നെ വോയിസ് ആണ്, വേറെ ഡബിംഗ് ഒന്നും ഇല്ല. അപ്പോൾ റോൺ വോയിസിൽ നമ്മൾ പഠിച്ച് തന്നെയാണ് പറയുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടോ? നിങ്ങൾ തന്നെ കയ്യിലെടുക്കുന്നതാണോ? സ്ക്രിപ്റ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് ആണ് നമ്മുടെ നട്ടില്. നമ്മുടെ കുമറിയിലെ ഭാസി എന്ന് പറഞ്ഞ ക്യാരക്ടറില്ലേ, അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. സുരേഷ് ബാബു ആണ് സാറിന്റെ പേര്. അപ്പോൾ സാറിന്റെ സ്ക്രിപ്റ്റിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ കുറച്ച് കയ്യിൽ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ പാറ്റേൺ പോകുന്നത്.
കുട്ടികളെ കുട്ടികളെ വാ വാ